So we were discussing about the different steps followed in finite element method or finite element analysis. ഇതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് കണ്ടിരുന്നു. So these are the general steps that are followed. In general ഒരു 10 സ്റ്റെപ്സോടെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടാണ് ഫൈനൈറ്റ് എലിമെന്റ് മോഡലിംഗ് പ്രൊസീജിയർ ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം. Discretization of structure means we are dividing the structure into a finite number of elements so that we can analyze each of these small elements and take the results from each of these elements and combine it together. Okay, അങ്ങനെ discretization ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് we use elements and elementsഉം അതുപോലെ തന്നെ നമ്മൾ നോക്കിയായിരുന്നു നോഡ്സ് എന്ന് പറഞ്ഞ പോയിന്റ്സും ഉണ്ട്. So the elements and nodes will form the small section into which the whole part is divided into. Type of elements നമ്മളൊന്ന് നോക്കി. The different types of elements like one-dimensional element, two-dimensional elements and three-dimensional elements. So one-dimensional element we have the beam or bar element, and in two-dimensional elements we have the triangular and rectangular element, and in three-dimensional elements we have the tetrahedral and hexahedral elements. We also have axisymmetric elements. Axisymmetric elements എന്ന് പറഞ്ഞാൽ the elements which are symmetric about an axis. അപ്പം truncated cone അല്ലെങ്കിൽ സിലിണ്ടർ ഇങ്ങനെയുള്ള എലിമെന്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഒക്കെ മോഡൽ ചെയ്യാനായിട്ട് we can use axisymmetric elements. അപ്പോൾ ഈ ഫിഗറിനകത്ത് നമുക്ക് കാണാം ഒരു ട്രയാങ്കിൾ ഒരു ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എലിമെന്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. So such elements can also be made use of while doing discretization process. Then second step എന്ന് പറഞ്ഞാൽ generation of basic data regarding the numbering of nodes and elements and also calculating the degrees of freedom. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു എങ്ങനെയാണ് നമ്മൾ അതിന്റെ നമ്പറിംഗ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്പറിംഗ് the following conditions should be satisfied. Maximum node number minus minimum node number should give you a minimum value. അതിന്റെ എക്സാമ്പിൾ നമ്മളൊന്ന് നോക്കിയായിരുന്നു. ഏത് രീതിയിൽ നമ്പറിംഗ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് ഏറ്റവും കുറച്ച് കിട്ടുക എന്നുള്ളത്. സോ വൈ ഈസ് ദാറ്റ് പ്രിൻസിപ്പിൾ ഫോളോഡ്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വി ആർ ട്രൈങ് ടു minimize the number of nodes, minimizing the difference between this value, then we are trying to increase the density of the elements and nodes. അതായത് ഒരു ഏരിയയിൽ മാക്സിമം ആയിട്ട് അല്ലെങ്കിൽ മാക്സിമം പോസിബിൾ രീതിയിൽ നല്ല രീതിയിൽ ആ ഒരു ഏരിയനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഒരു നോഡ് ഡെൻസിറ്റി നമുക്കുണ്ടെങ്കിൽ പറയാം, നോഡിൻ്റെ ഡെൻസിറ്റി മാക്സിമം ആക്കി വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലൊരു പ്രോപ്പർ റിസൾട്ട് ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, ദെൻ ആൻഡ് ഓൾസോ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മളെപ്പോഴും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ് ആയിട്ടാണ് ഒരു ഒബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഒരുപാട് നമ്പർ ഓഫ് എലിമെന്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രോബ്ലം ഇസ് യു വിൽ ഗെറ്റ് അക്യുറേറ്റ് റിസൾട്ട്സ്, പക്ഷേ കമ്പ്യൂട്ടിംഗ് ടൈം ഒരുപാട് കൂടും. ഒരുപാട് ടൈം എടുത്ത് കഴിഞ്ഞിട്ടേ നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് കിട്ടത്തുള്ളൂ. സോ ആൻ ഒപ്റ്റിമം വാല്യൂ ഓഫ് ഡിവിഷൻസ് ഷുഡ് ബി ഫൗണ്ട് ഔട്ട്. ഏതൊരു ഒബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യണമെങ്കിലും അതിൻ്റെ എത്ര നമ്പർ ഓഫ് എലിമെന്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് ആദ്യമേ നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്യണം. ഇൻഫിനിറ്റ് നമ്പർ ആവാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് എ പെർട്ടിക്കുലർ ലിമിറ്റ്. ദെൻ കാൽക്കുലേറ്റിംഗ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ നോഡ്സിനും എ നോഡ് വിൽ ഹാവ് 3 degrees of freedom if it is kept in free space or if it has a joint like this. എവിടെങ്കിലും ഫിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസ്ട്രെയിന്റ് അതിന് വരികയാണെങ്കിൽ the degrees of freedom will be reduced. സോ ഒരു ഫിക്സഡ് ജോയിന്റ് ആണെങ്കിൽ അവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആയിരിക്കും. ഇതുപോലെ ഒരു പിൻ ജോയിന്റ് ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ. ആൻഡ് ഒരു ഫ്രീ സ്പേസിൽ നിൽക്കുന്ന ഒരു പോയിന്റിനാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് 3 degrees of freedom. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നോഡ്സിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. Then the third step is selecting a displacement or interpolation function. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ നോഡിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ എലിമെന്റ്സിന്റെ ഒക്കെ മൂവ്മെന്റ്സ് നമ്മൾ നോക്കുമ്പോൾ
the movement is modeled in the form of a equation. അപ്പോൾ ഓരോ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ മൂവ്മെൻറ്റ്സ് നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ കാണിക്കുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ടേംസ് ഓഫ് certain equation. Equations, it can be either linear equation or a polynomial equation or quadratic equation etc. അപ്പം എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കറക്റ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആ ഒരു പ്രോബ്ലത്തിന് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. So here you can see this is the problem. Here we have given a equation of this straight line, that is y is equal to mx plus c formula equation ആണ്. So that equation will give you a straight line. So the exact solution to this problem will be a curve. So if this is the curve, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാക്ട് സൊല്യൂഷൻ വേണ്ടുന്ന സൊല്യൂഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. If we use the equation for a straight line, then you can see we are not able to correctly get closer to the exact solution. Exact solutionൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്സ് ഉണ്ട് അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ട്. ഈ ഓരോ വാല്യൂസും അതിൻ്റെ എറേഴ്സ് ആണ് അല്ലേ, ഈ എക്സാക്ട് സൊല്യൂഷനിൽ നിന്നുള്ള ഡീവിയേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് if you are trying to use a polynomial equation or a quadratic equation, the curve that you are getting by solving this equation or using this equation is almost the same. Differences അല്ലെങ്കിൽ errors അവിടെ കുറഞ്ഞു. So depending on what your exact solution is, അതിനനുസരിച്ചുള്ള ഒരു ഇക്വേഷൻ വേണം നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കാനായിട്ട്. So that is the process of selecting the displacement or interpolation function. Then the polynomial type of functions are mostly used. കാരണം അതിൻ്റെ റീസൺസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Easy to formulate for finite element equations, and it is easy to perform integration and differentiation. അപ്പം polynomial type of functions ആണ് അല്ലെങ്കിൽ equations ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും എല്ലാം പറ്റും. അപ്പോൾ ഇൻറ്റഗ്രേഷനും ഡിഫറൻഷ്യേഷനും അതുപോലുള്ള മെട്രിക്സ് ഫോർമേഷനും ഇതൊക്കെയാണ് ശരിക്കും പറയാൻ നമ്മുടെ ഫൈനൈറ്റ് എലിമെൻറ്റ് മോഡലിങ്ങിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആ രീതിയിലുള്ള ഇക്വേഷൻസ് ആണ് സാധാരണ നമ്മൾ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്യാറുള്ളത്. So you can see the different type of equations for linear and quadratic polynomials, one dimensional, two dimensional and three dimensional problems in the corresponding equations നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. So these are general equations. നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് അനുസരിച്ച് ഈ ഓരോന്നിനും സ്പെസിഫിക് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. So in general, polynomial equations are better for formulating such problems. Now the next step is to define the material behavior using stress strain relationships and strain displacement. അതായത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പും അതുപോലെ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റും എല്ലാം ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിനൊക്കെ ഒന്ന് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെറ്റീരിയൽ ബിഹേവിയർ. So here we are given the relationship for strain and displacement. Strain represented by small letter e, and strain is given by the change in length. Strain എന്ന് പറഞ്ഞാൽ change in length to the original length ആണ്. Suppose if you are taking a small smaller derivative of the linear function, ചെറിയൊരു ലെങ്തിൻ്റെ മൂവ്മെൻറ്റ് മാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ du/dx എന്ന് പറയാം. So this is the displacement of or smaller displacement along the x direction, and dx represents very small distance along the x direction. So ഒരു നോഡ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം. Suppose we have a node, say node 1, and node 1 is moving in the x direction. Okay, so the displacement of the node at the point will be given by this particular equation. Du, the small change in or small displacement happening for that node along the x direction. Okay, so E is equal to du/dx, and then we can find out the value of stress sigma is equal to Young's modulus E into strain. കാരണം സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ,
And stress by strain എന്ന് പറയുന്നതാണ് യങ്സ് മോഡുലസ്. നമ്മൾ സാറിന് y എന്ന് പഠിച്ചിട്ടുള്ളത് യങ്സ് മോഡുലസ്. ദാറ്റ് ഈസ് അഗെയിൻ ഓൾസോ കോൾഡ് ആസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓർ ഇ. അപ്പോൾ നമുക്ക് ഫൈനൈറ്റ് എലിമെന്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് u. Using certain equations we will find out the value of u, and from or by using this value of u we find out the value of strain. Strain is equal to du by dx. അത് വെച്ചിട്ട് നമ്മൾ സ്ട്രെയിൻ കണ്ടുപിടിക്കും. സ്ട്രെയിൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് സ്ട്രെസ് വാല്യൂസ് കണ്ടുപിടിക്കും. So this is the general procedure followed in finite element to find out the values of strain and stress etc. ഓക്കെ, ആദ്യം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് സ്ട്രെയിൻ കണ്ടുപിടിക്കുക, എന്നിട്ട് സ്ട്രെസ് കണ്ടുപിടിക്കുക. ഒരു പ്രൊസീജിയറിലായിട്ടാണ് അത് പോകുന്നത്. Then comes a very important thing that is called as the stiffness matrix. So every finite element equation will have a matrix called as a stiffness matrix. അപ്പോൾ എന്താണ് ഈ stiffness matrix എന്ന് പറയുന്നത്? So this is called the stiffness matrix. So stiffness matrix നമ്മൾ ഫോം ചെയ്യുന്നത് it is formed from the basic polynomial equations. If we formulate any equation for say displacement for the number of nodes, അപ്പോൾ നമുക്ക് രണ്ട് നോഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, node 1 and node 2. If we write the equation for the displacement of node 1 u is equal to എന്ന് പറഞ്ഞ് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതുപോലെ രണ്ടാമത്തെ നോഡിൻ്റെയും ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് ഇക്വേഷൻസ് നമുക്ക് ചിലപ്പോൾ കിട്ടാം ഫോർ ദ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് നോഡ്സ്. അപ്പം ഓരോ നോഡ്സിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസിനെ നമ്മളൊരു മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആക്ച്വലി represents the coefficients of the different equations that are formulated during solving the finite element problem. അതെങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ ഈ അടുത്ത വരുന്ന സ്ലൈഡുകളിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് മെട്രിക്സ് ഷുഡ് ബി ഫോർമുലേറ്റഡ് സോ ദാറ്റ് വി നീഡ് ടു സോൾവ് ദ ഫൈനൈറ്റ് എലിമെന്റ് ഇക്വേഷൻ. അപ്പോൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫൈനൈറ്റ് എലിമെന്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. So for one element, നമുക്ക് ഒരു എലമെന്റിന്റെ കേസ് എടുക്കാം. For one element we can write the equation generally as f raised to e. അതായത് ഒരു എലമെന്റിന്റെ ഫോഴ്സ് വെക്ടർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് within curly brackets ആണ്. If you represent it like this is a vector. So force vector of an element fe is equal to the stiffness matrix of that element into the displacement vector of that element. ഇപ്പോൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോഴ്സ് is equal to displacement into the stiffness matrix. Okay, so this is for one particular element. ഒരു എലമെന്റിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ഇത്. അങ്ങനെ എല്ലാ എലമെന്റ്സിനും നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ആ ഒരു ഫൈനൈറ്റ് എലിമെന്റ് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഓരോ എലമെന്റിനും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോർ എവറി എലമെന്റ് there will be a stiffness matrix, and then what we have to do is we have to combine the stiffness matrices of all the elements into a single matrix. So that is called as a global stiffness matrix. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഗ്ലോബൽ എന്ന് പറയാൻ നമ്മളൊരു സം ടോട്ടൽ ആയിട്ടുള്ള ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. So the element stiffness matrix is formulated for each element and it is based on the type of element. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ട്രയാങ്കുലർ എലമെന്റ്, റെക്ടാങ്കുലർ എലമെന്റ് ഉണ്ട്, ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. So different types of elements are used based on the type of the problem, and then we formulate the stiffness matrix for each of the elements, and then we try to assemble the stiffness matrices of all the elements together. So ഇതിനൊരു derivation ഉണ്ട്, how you can derive the stiffness matrix. So the stiffness matrix is given by this particular equation. K is equal to A E by L into
1 minus 1 minus 1 1. This is the general equation. അപ്പം സ്റ്റിഫ്നെസ് മെട്രിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് വിൽ ഹാവ് the quantity A. A is the area of the element, E is the Young's modulus, L is the length of the element. അപ്പോൾ ഏത് എലമെന്റ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഏരിയ എടുക്കണം, യങ്സ് മോഡുലസ് എടുക്കണം, ലെങ്ത് കണ്ടുപിടിക്കണം. ഇൻറ്റു 1 മൈനസ് 1 മൈനസ് 1 1. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ദി ഡയഗണൽ എലമെന്റ്സ് ആർ ദി സെയിം, 1 minus 1 and minus 1 1. അപ്പോൾ ഈ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് യു ടേക്ക് ദി സം ഓഫ് ദി എലമെന്റ്സ് ഇൻ എ റോ, ഒരു റോ സപ്പോസ് ഇത് ഫസ്റ്റ് റോയും ഇത് സെക്കൻഡ് റോയും ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് റോയിലെ എലമെന്റ്സിന്റെ സം എടുക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 0. സെക്കൻഡ് റോയിന്റെ സം എടുക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 0. സോ ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ സ്റ്റിഫ്നെസ് മെട്രിക്സ്. സ്റ്റിഫ്നെസ് മെട്രിക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ റോയിലെയും സമ്മ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദി സം ഓഫ് ഓൾ ദി എലമെന്റ്സ് ഓഫ് ദി റോ ഇൻ ദ സ്റ്റിഫ്നെസ് മെട്രിക്സ് വിൽ ബി ഈക്വൽ ടു 0. അത് 0 ആയിട്ടാണ് വരുന്നത്. അത് 0 അല്ല നമുക്ക് കാൽക്കുലേഷനിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസ് എവിടെയോ തെറ്റിയിട്ടുണ്ട്. 0 ആണ് ശരിക്കും പറയാൻ ആ റോ എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. ഓക്കെ, സോ വിൽ സ്റ്റഡി മോർ അബൌട്ട് ദ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് in the coming slides. ഇത് കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് ഡെറിവേഷൻ നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, then the next step, so after formulating the stiffness matrix of each element, ഓരോ എലിമെന്റിന്റെയും സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ എലിമെന്റിന്റെയും സ്റ്റിഫ്നെസ് മെട്രിക്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഈ എല്ലാ സ്റ്റിഫ്നെസ് മെട്രിക്സിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് കമ്പൈൻ ചെയ്യണം. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് അല്ലെങ്കിൽ ഓവറോൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് കിട്ടുന്നത്. സോ ഓവറോൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് or the global stiffness matrix is the sum total of the stiffness matrix of all the elements in the all the elements that are present in the material. Element എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മെറ്റീരിയലിനെ എത്ര എലിമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഓരോ എലിമെന്റിന്റെയും സ്റ്റിഫ്നെസ് മെട്രിക്സിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് സം ടോട്ടൽ എടുക്കുമ്പോഴാണ് നമുക്ക് ഓവറോൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടുന്നത്. ആൻഡ് the while doing the assembly of the stiffness matrix, എല്ലാ സ്റ്റിഫ്നെസ് മെട്രിക്സിനെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ നോക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ചില കണ്ടീഷൻസ് ഉണ്ട്. The first condition is we should check for the equilibrium of forces. So equilibrium of forces എന്ന് പറഞ്ഞാൽ every element in that structure should be in equilibrium under the action of applied forces, and the entire structure must be in equilibrium. അപ്പോൾ equilibrium conditions നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. The sum of forces along the x direction is 0, sum of forces in the y direction is 0, and the moment happening in the xy plane is 0. So if you are taking the case of a two-dimensional element ന് നമുക്ക് രണ്ട് രീതിയിലുള്ള മൂവ്മെന്റ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്, along the x direction and along the y direction. So if you are taking a node which is not fixed, it can move in the x direction as well as in the y direction. Y direction move ചെയ്യാം, x direction അതിന് മൂവ് ചെയ്യാം. So it has 2 degrees of freedom. So sum of forces along the x direction should be equal to 0. Sum of forces acting along the y direction should be equal to 0. And the bending moment, or you can say the moment in the xy plane should also be equal to 0. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ equilibrium condition എന്ന് പറയുന്നത്. The second condition that we should check for is compatibility of displacements. അപ്പോൾ compatibility of displacements എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the displacements happening at a element, or which let's say it is happening at the node of an element. Suppose a displacement is happening at node 1 of this element 1. So it should be compatible with the movement happening at the node 2. Okay, so happening at end നമ്മൾ പറയുന്ന ഒരു എൻഡിൽ അല്ലെങ്കിൽ ഒരു നോഡിൽ സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ്സ് വേറൊരു അതേ എലിമെന്റിനെ വേറൊരു നോഡിൽ സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ്സുമായിട്ട് കോമ്പാറ്റിബിൾ ആയിരിക്കും. ഓക്കെ,
So the displacements must be compatible with the displacements at the end of any other element connected at this node. അപ്പം multiple number of nodes ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു equilibrium condition satisfy ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു condition compatibility condition satisfy ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ continuity കിട്ടത്തുള്ളൂ. So this means if a movement is happening at node number 1, this should be compatible with the movement happening at node number 2, and again that should be compatible with the movement happening at node number 3. Okay, so if the number of nodes in a structure is n and number of degrees of freedom at each node is m, then the total number of compatibility equation is equal to m by n. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഫോർമുലേഷൻ ഒക്കെ കൊണ്ടുവരുന്നത്. അതിന് വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് കാണാൻ പറ്റും. സോ n നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ട്, m ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ total number of equations that can be framed for determining the compatibility, that is equal to m into n or m by n. Then after checking these two conditions, equilibrium of forces satisfy ആണോ എന്ന് ചെക്ക് ചെയ്യും, അതുപോലെ compatibility of displacements okay ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം then we will be trying to assemble the overall stiffness matrix. So in this what we do is the different element stiffness coefficients. അപ്പോൾ നമുക്കറിയാം ഓരോ എലിമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ സ്റ്റിഫ്നെസ് മെട്രിക്സിനെയും മെട്രിക്സിനകത്ത് വരുന്ന കോഎഫിഷ്യൻസിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനകത്ത് അറേഞ്ച് ചെയ്യും. അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ചില കോഎഫിഷ്യൻസ് ഓവർലാപ്പ് ചെയ്യും. സോ വൈൽ ദേ ആർ ഓവർലാപ്പിംഗ്, what we do is overlapping coefficients നെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിന്റെ സം ആണ് അവിടെ ആ ഒരു പ്ലേസിൽ എഴുതി വെക്കുക. Okay, so by doing this procedure we will be getting a bigger matrix called as the overall stiffness matrix. So the overall stiffness matrix is obtained by assembling the different stiffness matrix of each element. ഓരോ എലിമെന്റിനെ സ്റ്റിഫ്നെസ് മെട്രിക്സിനെ അസംബിൾ ചെയ്ത് ഒരുമിച്ച് നമുക്ക് ഫൈനൽ ഓവറോൾ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് നമുക്ക് കിട്ടും. We can also obtain the value of overall force vector. Overall force vector കിട്ടും. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ we can calculate the value of the displacement. So overall displacement vector u അല്ലെങ്കിൽ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം by putting the values of nodal displacements at appropriate location. So ഇവിടെ ഫോഴ്സ് വെക്ടർ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. F1, F2, F3 up to F8. 8 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഓരോ എലമെന്റ്സിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസും ഓരോ എലമെന്റ്സിൽ സംഭവിച്ചിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ്സും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. So F is equal to K into delta, or you can also write ഡെൽറ്റയ്ക്ക് പകരം U ആണ് നമ്മൾ സാറിന് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ F is equal to K into U. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ ആണ്. So from this equation we can find out the value of the displacement vector. So after finding out the value of displacement vector, then we try to find out the value of strain, and then we find out the value of stress. Okay, so അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഒരു പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്ത് പോകുന്നത്. Then the next step is eliminating the restrained degrees of freedom or applying boundary condition. അപ്പോൾ boundary conditions എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ചില ലിമിറ്റ്സ് ഉണ്ട്. വി ഹാവ് സർട്ടൻ നോൺ വാല്യൂസ്, നമുക്ക് അറിയാവുന്ന ചില നോൺ വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സോ ദാറ്റ് വി ക്യാൻ സിംപ്ലിഫൈ ദ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷനകത്തുള്ള അൺനോൺ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി, നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റീസ് നമ്മൾ അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം നോഡ് 1, ഇപ്പം നമുക്ക് 2 നോഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ കണ്ട ഒരു പ്രോബ്ലത്തിനകത്ത് വി ഹാവ് 2 നോഡ്സ് ആൻഡ് suppose one end is fixed, one node is fixed and the other node is on a roller support. ഇവിടെ നമുക്ക് 4 nodes ഉണ്ട്. Okay, we have 4 different nodes. So what is the number of degrees of freedom of the first node? First node fix ചെയ്തിരിക്കുന്നത് കൊണ്ട്
the degree of freedom is 0. Second node, it can move in the x and y direction when you are applying a force. So the number of degrees of freedom is 2. Third node num അതുപോലെ തന്നെ 2 degree of freedom ഉണ്ട്. So we can write 2 degrees of freedom. And fourth node, again, since it is a roller support, it can move only in the x direction. So there is 1 degree of freedom. So the total number of degrees of freedom will be equal to 0 plus 2 plus 2 plus 1. So 2 plus 2, 4 plus 1, 5 degrees of freedom ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്തു. രണ്ട് കണ്ടീഷൻസ് ഇവിടെ നോൺ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ദാറ്റ് ഈസ് വൺ ഇസ് എ ഫിക്സഡ് സപ്പോർട്ട്, അതായത് അവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണ്. ഇവിടെ ഒരു റോളർ സപ്പോർട്ടാണ്, ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. ഓക്കെ, സോ ദീസ് ടു ആർ നോൺ കണ്ടീഷൻസ്. അപ്പോൾ അതുപോലുള്ള നോൺ കണ്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഇത്ര ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്, അതൊരു നോൺ കണ്ടീഷൻ, നമുക്ക് അറിയാവുന്നൊരു കണ്ടീഷനാണ്, റൈറ്റ്. അതുപോലെ ഏരിയ ഇത്രയാണ് അല്ലെങ്കിൽ ലെങ്ത് ഇത്രയാണ്. അപ്പം അങ്ങനെയുള്ള പല പാരാമീറ്റേഴ്സും നമുക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ they are called as the known quantities. So known quantities അറിയാമെങ്കിൽ we can substitute those known quantities in the equation and then we can find out the unknown quantities. So this procedure is called applying boundary conditions. അപ്പോൾ നോൺ ക്വാണ്ടിറ്റീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. സോ വി ആർ ട്രൈങ് ടു റെഡ്യൂസ് ദ difficulty in solving the problem by substituting known value of variables, and we are trying to find out value of unknown variables. Okay, so operation of applying known condition displacement conditions is called elimination of rigid body degrees of freedom or applying boundary conditions. So many methods are there to apply boundary conditions and solving the force displacement equation. The simplest procedure is to make displacement as 0 in all constrained nodes. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അവിടെ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആക്കി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഉള്ളതെങ്കിൽ അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. അപ്പോൾ അതുപോലുള്ള കൺസ്ട്രെയിൻസ് ഉള്ള വരുന്ന ഏരിയസിലെല്ലാം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് എടുക്കുക. wherever there is 0 degree of freedom, we can directly substitute the displacement as 0. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. Then the next step is solving for unknown displacement. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു ആ ഇക്വേഷൻസിൽ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇക്വേഷൻസ് കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് വരും. ആ ഇക്വേഷൻസിൽ നിന്നാണ് നമ്മൾ പിന്നെ unknown values of displacements കണ്ടുപിടിക്കുന്നത്. So this is the equation connecting the force and the displacement. F is equal to K into U, where F is the force vector, K is the stiffness matrix and U is the displacement vector. Suppose you have n number of nodes. So force for each of the nodes, force vector for each of the nodes is given by F1, F2, F3 etc. up to F. അപ്പോൾ അങ്ങനെ ഓരോ n number of F എന്ന് പറഞ്ഞാൽ elements ആണ്. So if there are n number of elements, then you can see that for each of these elements you can calculate a different stiffness matrix. ഓരോ എലിമെന്റ്സിനും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഎഫിഷ്യൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് എലിമെന്റ്സിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ആ കോഎഫിഷ്യൻസ് നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഓവറോൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് കിട്ടുന്നത്. ആ ഓവറോൾ സ്റ്റിഫ്നെസ് മെട്രിക്സിലെ വരുന്ന കോഎഫിഷ്യൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Into U1, U2, U3, U4, these are the different displacements happening at each of these elements. So by solving this equation, we will be getting the values of unknown displacements. Then the next step is calculating nodal displacement and stresses, that is the displacements that are happening at the nodes and the stresses that are developed. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട അതേ സ്ട്രെയിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. E is equal to du by dx, that is equal to du എന്ന് പറഞ്ഞാൽ it is a change in
the change in the small displacement u du, u2 minus u1 by x2 minus x1. So x2 minus x1, suppose you are taking the element and suppose you have two different nodes 1 and 2, you are taking the points as x1 and x2. Okay, ഈ ലെങ്ത് ഇതിന്റെ ഈ എലമെന്റിന്റെ ലെങ്ത് നമുക്ക് L ആയിട്ട് എടുക്കാം. So you have an element, a line element of length L. നമ്മൾ ഇതിനെ സാധാരണ ബാർ എലമെന്റ് എന്നാണ് വിളിക്കാറുള്ളത്. So we have a bar element of length L which has two nodes, node 1 and node 2. Node 1 is situated at the point x1, node 2 is situated at the point x2. So this is the x and y direction. So the difference x2 minus x1, x1 and x2 എന്ന് പറയുന്നത് അതിന്റെ coordinates ആണ്. So x1 and x2, ഇതിന്റെ difference എടുത്തു കഴിഞ്ഞാൽ you will be getting the length of the element. x2 minus x1 is the length, the total length from here to here. അല്ലേ, ആ ഡിസ്റ്റൻസ് ആണ് ലെങ്ത് എന്ന് പറയുന്നത്. And stress again is given by the equation which we saw earlier. Stress sigma is equal to Young's modulus into strain. So after you calculate the value of strain, ആദ്യം നമ്മൾ calculate ചെയ്യുന്ന value, it is the value of the displacement. And how do you get the value of displacement? Displacement is calculated using this equation. Force vector for each element is equal to the stiffness matrix for each element into the displacement for each element. In general, we can write F vector F is equal to force the stiffness matrix K into U. That is the general equation. Now, this equation we know the value of F. If we know, we can find out the value of K. Then we can find out the value of U. U is the displacement. U kandupidichu kazhinjal, then you can find out strain using this particular equation, du by dx. After you find out strain, you find out the value of stress by using this equation. ഇങ്ങനെയാണ് നമ്മൾ ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡിലെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. Then the final step is interpreting the results. അതായത് നമുക്ക് കിട്ടിയ റിസൾട്ട്സ് നമുക്ക് അതിന്റെ റിസൾട്ട് സ്ക്രീനിൽ കാണാനായിട്ട് ഉള്ള പ്രൊസീജിയർ ആണ് പോസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, or interpreting the results എന്ന് പറയുന്നത്. So if you are using a finite element modeling software such as ANSYS, അതിന്റെ അനാലിസിസും സിമുലേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതിന്റെ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ റിസൾട്ട്സ് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും in the form of a simulation, or it can be a graph or animation, etc. Okay, അപ്പം simulation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, simulation means when you are applying a load, we can see directly what are the changes that are happening at the different points. ഇപ്പോൾ പോസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ റിസൾട്ട്സ് കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പോസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ ഹിയർ യു ക്യാൻ സീ എ ബൈസൈക്കിൾ ഫ്രെയിം, സൈക്കിളിൻ്റെ ഒരു ഫ്രെയിം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ദ ലോഡ്സ് ദാറ്റ് ആർ ഡെവലപ്ഡ് അറ്റ് ഈച്ച് ഓഫ് ദ പോയിന്റ്സ്, ദി ലോഡ്സ് ആൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ്സ് ദാറ്റ് ആർ ഹാപ്പനിങ് അറ്റ് ഈച്ച് ഓഫ് ദി പോയിന്റ്സ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, എമ്മിൽ കാണിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. And you can see there is a color code that is being shown. Blue color, light blue, green, yellow, orange and red. അതായത് ഏറ്റവും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഒക്കർ ചെയ്യുന്ന റീജിയൻ ആണ് നമ്മൾ റെഡ് കളറിൽ കാണിക്കുക. മീഡിയം കളർ ഗ്രീൻ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് മീഡിയം ഡിസ്പ്ലേസ്മെന്റ്, ആൻഡ് ബ്ലൂ കളർ മീൻസ് ദർ ഇസ് ഓൾമോസ്റ്റ് നോ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പം ലോഡിംഗ് കണ്ടീഷൻസ് വരുന്ന അനുസരിച്ച്, ഇപ്പോൾ ഇവിടെ ലോഡ് വരുന്നത് ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത്. ലോഡ്സ് ആർ ആക്ടിങ് അറ്റ് ദിസ് പോയിന്റ്. അങ്ങനെ ലോഡിംഗ് കണ്ടീഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഈ ഒരു ബൈസൈക്കിൾ ഫ്രെയിമിൽ എവിടെയൊക്കെ ഒക്കർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. സി, ഡിഫറെൻറ്റ് ഏരിയാസ് ആർ കളേർഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ലോഡ് കൂടുന്നതനുസരിച്ച് ഏതൊക്കെ ഏരിയാസിലാണ് ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫൈനൽ സ്റ്റെപ്പ് ഇൻ ഫൈനൈറ്റ് എലമെന്റ് മോഡലിംഗ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദി പോസ്റ്റ് പ്രോസസ്സിംഗ് or interpreting the result. റിസൾട്ട് കൊണ്ടുവന്ന് കാണിക്കുക.
Now we'll be seeing more about the discretization. Discretization എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എലമെന്റിനെ പല ചെറിയ ചെറിയ എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ discretization എന്ന് പറയുന്നത്. Discretization, it is also called as meshing. So here a structure is divided into a number of parts or elements. ഒരു സ്ട്രക്ചറിനെ നമ്മൾ we are dividing it into a finite number of elements. And this is usually done with the help of a finite element analysis software. Usually finite element analysis software ൽ തന്നെ നമുക്ക് മെഷിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് മെഷിംഗ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ടൂൾസും അവൈലബിൾ ആണ്. മെഷിംഗ് മാത്രം ചെയ്യാനായിട്ടുള്ള സെപ്പറേറ്റ് ടൂൾസും അവൈലബിൾ ആണ്. And the smaller elements, they act together as an assemblage. അപ്പം ഒരു ഒബ്ജക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റൈസ് അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ you are dividing that element into a number of parts. So these parts can be same in size or it can also be different in size. But ചില elements നോക്കുകയാണെങ്കിൽ it will be same. ചില elements നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ sizes different ആണ്. Now there are two different types of discretization. It can be a natural discretization or it can be an artificial discretization. അപ്പോൾ natural discretization എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിനെ നാച്ചുറൽ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ വേറെ ആർട്ടിഫിഷ്യൽ മെത്തേഡ് വഴിയും നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എലിമെന്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. യു ക്യാൻ സി ഇവിടെ നമ്മൾ ട്രയാങ്കുലർ എലിമെന്റ്സ് ആണ് ഈ ഒരു ഒബ്ജക്റ്റിൽ എടുത്തിരിക്കുന്നത്. You can see the different triangular elements. The elements and the points are called nodes. ഇവിടെ നമ്മൾ rectangular elements ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. So you can see the difference. Triangular elements എടുത്തപ്പോൾ we were able to completely cover this area. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഏരിയ, the quarter of a circle. ആ ഏരിയ നമുക്ക് triangular elements വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് rectangular elements വെച്ചിട്ട് നമുക്ക് കുറച്ച് ഏരിയാസ് ലെഫ്റ്റ് ഓവർ ആണ്, നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. So this is how we decide which element we should use for modeling. ഇപ്പോൾ triangular elements ആണ് ഈ ഒരു ഷേപ്പിന് suitable ആയിട്ടുള്ളത്. And in this third figure you can see we are using both rectangular and quadrilateral elements. എന്നാൽ പോലും അവിടെ കുറച്ച് ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. Okay, so that is how we decide which type of element we should use for meshing or discretization. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിഗറിൽ ഒരു പ്രോസ്തെറ്റിക് ഹാൻഡിന്റെ ഒരു മോഡലാണ്. മോഡല് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് ട്രയാങ്കുലർ എലമെന്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് നമ്പർ ഓഫ് എലിമെന്റ്സ്, ഇത്രയും ഒരുപാട് നമ്പർ ഓഫ് എലിമെന്റ്സ് ഉണ്ടെങ്കിലും ഇത് ഇൻഫിനിറ്റ് അല്ല. This is a finite number of element. Maybe 100 ആയിരിക്കാം അല്ലെങ്കിൽ 1000 ആയിരിക്കാം. So the definite number അതിനുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ finite element എന്ന് വിളിക്കുന്നത്. We can divide an object only into a finite element. Infinite element ആണെങ്കിൽ നമുക്ക് അതിനകത്ത് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. The analysis will go on continuing for a long time. ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല. So that is why we are using finite number of elements. So we will see what is natural discretization. Natural discretization എന്ന് പറഞ്ഞാൽ സാധാരണ വരുന്ന ചെറിയ ചെറിയ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ചെറിയ സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ ഡിസ്ക്രീറ്റൈസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് നാച്ചുറൽ ഡിസ്ക്രീറ്റൈസേഷൻ. ഫോർ എക്സാമ്പിൾ വി ക്യാൻ ടേക്ക് ദ കേസ് ഓഫ് എ ട്രസ്. ഒരു ട്രസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ഡിസ്ക്രീറ്റൈസ് അല്ലെങ്കിൽ മെഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് നാച്ചുറൽ ഡിസ്ക്രീറ്റൈസേഷൻ. അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഡിഫറെൻറ്റ് ചെറിയ ചെറിയ എലമെന്റ്സ് ആയിട്ടങ്ങ് ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ്. അപ്പം അതിനകത്ത് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പല ഡിഫറെൻറ്റ് എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഓരോ എലമെന്റിനെ എടുത്തിട്ട് അതിൻ്റെ ഒരു അനാലിസിസ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് നാച്ചുറൽ ഡിസ്ക്രീറ്റൈസേഷൻ. സോ ഇൻ നാച്ചുറൽ ഡിസ്ക്രീറ്റൈസേഷൻ വി ഹാവ് ദി നോഡ്സ് ആൻഡ് ദ എലമെന്റ്സ് ആർ ദെയർ. And we also have different forces that are acting at the nodes. They are called the nodal forces. And we also have a degrees of freedom. Degrees of freedom എന്ന് പറഞ്ഞാൽ ഓരോ നോഡും എക്സ്പീരിയൻസ് ചെയ്യുന്ന മൂവ്മെന്റ്. The movement, it can be either rotation or strain or stress.
So any movement or any displacement that is happening on a node, that we call it as a degree of freedom. Artificial discretization means we are considering the single mass of material. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒബ്ജക്റ്റിനെ അതുപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ കണ്ടിന്യൂം എന്ന് പറയും. കണ്ടിന്യൂം മീൻസ് വി ആർ കൺസിഡറിങ് ദി ഹോൾ ഒബ്ജക്റ്റ്, ദി ഒബ്ജക്റ്റ് ആസ് എ ഹോൾ, അതിനെ ഒരുമിച്ച് എടുത്തിട്ട് നമ്മൾ അത് അനലൈസ് ചെയ്യണം. സോ ഇൻ ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ we imagine that the element is present in that object. ഇപ്പോൾ ട്രസ്സിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ we know that we can identify the element in a truss. ഇപ്പോൾ ട്രസ്സിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. ട്രസ്സിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രസ് ആണ്. ഇപ്പോൾ ട്രസ് എടുക്കുകയാണെങ്കിൽ we can divide each of these elements into each of these objects into elements. ഇപ്പോൾ ട്രസ്സിൽ വരുന്ന ഓരോ സപ്പോർട്ടിനെയും നമുക്ക് ഓരോ എലമെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമുക്ക് ഓരോ ഡിഫറെന്റ് എലമെന്റ്സ് എടുക്കാം. ട്രയാങ്കുലർ എലമെന്റ് എടുക്കാം, അല്ലെങ്കിൽ റെക്ടാങ്കുലർ എലമെന്റ് എടുക്കാം, ഓർ ക്വാഡ്രിലാറ്ററൽ എലമെന്റ് എടുക്കാം. All these elements can be used for analyzing natural type of objects such as trusses. നേരെ മറിച്ച് if you are considering the case of a gravity dam, ഒരു ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ആണ്. ഓക്കെ, സോ ഒരു ഡാം സ്ട്രക്ചർ ആണ്. ഇവിടെ അതിന്റെ റിസർവോയർ ആണ്, വാട്ടർ ആണ്. ഇങ്ങനെ ഒരു ഗ്രാവിറ്റി ഡാം, ഇങ്ങനെ ഒരു മാസ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പല പല എലമെന്റ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അവിടെ നമുക്ക് ചെയ്യാവുന്നത് we can try the different combination of the elements. We can use either triangular element or rectangular or quadrilateral element. അപ്പോൾ അവിടെ നമുക്ക് എലമെന്റ് ഉണ്ട് എന്നുള്ള ഒരു അസംഷനിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ we imagine that elements are present inside this dam structure, and we try to divide this structure into the number of elements. Okay, അപ്പോൾ അങ്ങനെ ഇതിനകത്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ഒരു ഹോൾ മാസ് ആണ്. പക്ഷേ ഈ മാസിനെ നമ്മൾ പല ഡിഫറെന്റ് എലിമെന്റ്സ് വെച്ചിട്ട് അതിനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് മാസ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മാസ് ആണ്. ആ ഒരു മാസിനെ നമ്മൾ എടുത്തിട്ട് വി ഇമാജിൻ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് എലമെന്റ്സ്. എന്നിട്ട് അങ്ങനെ നമ്മൾ അതിനെ ഡിഫറെന്റ് എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് വി സേ ദാറ്റ് വി ആർ ഡൂയിങ് ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ. We can also see the case of deep beams. Deep beams എന്ന് പറഞ്ഞാൽ you can see the length of the beam is lesser than the depth. Depth ആണ് കൂടുതൽ വരുന്നത്, അതിനാണ് നമ്മൾ deep beam എന്ന് പറയുന്നത്. So deep beam can be analyzed by making use of rectangular elements. So what is the discretization process? എങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റിനെ ഡിഫറെന്റ് ചെറിയ ചെറിയ എലമെന്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്? The following things need to be considered while doing the discretization process. Type of element, ഏത് element type ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. Size of the element, then where should the nodes be located, and how many number of elements we should use. So the discretization depends on all these factors. Element type, ഏത് type of element നമ്മൾ ചൂസ് ചെയ്യണം. Whether it is one dimensional, whether it is two dimensional, or whether it is three dimensional. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ ഒരു അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഈസി. ഓൾറെഡി ചെറിയ ചെറിയ ഡിവിഷൻസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഓരോ ഡിവിഷൻസിനെയും നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് ആ കറസ്പോണ്ടിങ് എലിമെന്റ്സിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡിസ്ക്രിറ്റൈസ് ദി സ്ട്രക്ചർ ആൻഡ് ഒബ്റ്റെയിൻ ദി അനാലിസിസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബാർ എലിമെന്റ്സ് ആണ്. You can see how the bar is represented. A truss joint പോലെ തന്നെയാണ് നമ്മൾ ആ ബാർ എലമെന്റ്സിനെയും അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫോഴ്സസ് ആക്ടിങ് ആർ F1, F2 and F3. Then for a short beam we can make use of a rectangular element. Again type of element type of object അനുസരിച്ചാണ് നമ്മൾ ആ ഒരു എലമെന്റിനെ ചൂസ് ചെയ്യുന്നത്. You can see here a short beam, it is a cantilever beam ആണ്. Cantilever beam, it is fixed at one end and point loads are acting at each of the edges F2, and
ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്യാം? Again we are dividing this beam into rectangular elements. So usually beams, columns ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മൾ rectangular elements വെച്ചിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. And if it is a 3-dimensional structure, then we can make use of a hexahedral structure. 6-sided element ആണ് ഇത്, 6-sided element ആണ്, and nodes will be present at each of the corners. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ് ഹെക്സാഹെഡ്രൽ എലിമെന്റ് എന്ന് പറയുന്നത്. ഹെക്സാഹെഡ്രൽ എലിമെന്റ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. Then for hollow type of elements, hollow type of materials ആണെങ്കിൽ അതുപോലുള്ള എലമെന്റ് ടൈപ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഷെല്ലാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടതെങ്കിൽ, ഷെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൺലി എ സർഫസ് ഏരിയ, അതിൻ്റെ ഇൻസൈഡ് ഹോളോ ആണ്. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ യു ക്യാൻ യൂസ് കോണിക്കൽ റിംഗ് എലമെന്റ്സ്, ആക്സിസിമെട്രിക് റിംഗ് എലമെന്റ്സ്, അല്ലെങ്കിൽ ട്രയാങ്കുലർ പ്ലേറ്റ് എലമെന്റ്സ്. അങ്ങനെയുള്ള പല ടൈപ്സ് ഓഫ് എലമെന്റ്സ് നമുക്ക് യൂസ് ചെയ്ത് ആ ഒരു സർഫസ് കംപ്ലീറ്റ് ഡിസ്ക്രീറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും. Choice of elements depend on number of degrees of freedom, the expected accuracy required for the results, and the necessary equations that are required. Size of the elements influence convergence of the solution. അപ്പം നേരത്തെ പറഞ്ഞു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടാൻ ഒരുപാട് താമസിക്കും, ചിലപ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് വരും. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുള്ളൂ. സോ ഇഫ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് ഈസ് ലെസർ യു വിൽ ബി ഏബിൾ ടു സോൾവ് ദ പ്രോബ്ലം ക്വിക്ക്ലി. പക്ഷേ എലമെന്റ് സൈസ് കുറവാണെങ്കിൽ ദി പ്രോബ്ലം ഈസ് ദി സൊല്യൂഷൻ the solution will be less accurate if the number of elements are very less. അപ്പോൾ നമുക്ക് ഒരുപാട് എലിമെന്റ്സ് കുറയ്ക്കാനും പറ്റില്ല, ഒരുപാട് കൂട്ടാനും പറ്റില്ല. We have to find out the optimal number of element size or element numbers that are required to get a very accurate solution in the minimum possible time. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഒന്ന് ടൈം ആണ്. ടൈം is a factor, computation time. So computation time നമുക്ക് സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ വി ഷുഡ് ഗെറ്റ് ദി മാക്സിമം ഓർ ദി അക്യുറേറ്റ് റിസൾട്ട്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ നമ്പർ ഓഫ് എലമെന്റ്സിനെ ഡിവൈഡ്, ആ ഒബ്ജക്റ്റിനെ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്. ആൻഡ് അനദർ ഫാക്ടർ ഇസ് ദി ആസ്പെക്ട് റേഷ്യോ. സോ ദ സൈസ് ഓഫ് ദി ലാർജസ്റ്റ് എലിമെന്റ് ഇൻ ദാറ്റ് ഒബ്ജക്റ്റ് ടു ദ സ്മോളസ്റ്റ് എലിമെന്റ്. ഇപ്പോൾ സ്മോളസ്റ്റ് എലിമെന്റ് ഉണ്ടാവും, ഒരു ലാർജസ്റ്റ് എലിമെന്റ് ഉണ്ടാവും ആ ഒബ്ജക്റ്റിലെ. So the ratio of largest element to smallest element should always approximately be equal to 1. 1 ന് ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് ആണെങ്കിൽ it means the size of the elements are almost the same. എല്ലാ എലിമെന്റ്സിന്റെയും സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്നുള്ളതാണ് ആ ഒരു റേഷ്യോ 1 ആകുമ്പോൾ ഉള്ള മീനിങ്. 1 ന് ക്ലോസ് ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ it means the smaller element and the bigger element they all have almost similar size. ഇപ്പോൾ സിമിലർ സൈസ് ആയിട്ടുള്ള എലിമെന്റ്സ് ആണെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും, അപ്പോൾ റിസൾട്ട്സ് നമുക്ക് പെട്ടെന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് വൈ വി സേ ദ റിസൾട്ട്സ് ആർ ബെറ്റർ വെൻ ദി ആസ്പെക്ട് റേഷ്യോ ഈസ് ക്ലോസ് ടു 1. Now where should the nodes be located? അപ്പോൾ നമ്മൾ എലിമെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ എലിമെന്റിനകത്ത് അല്ലെങ്കിൽ എലിമെന്റിൽ നോഡ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? കോർണർ പോയിന്റ്സിലാണോ, ഇന്റീരിയർ പോയിന്റിലാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെൻട്രൽ ലൊക്കേഷനിലാണോ? എവിടെയാണ് നമ്മൾ നോഡ്സ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ഇഫ് എ സ്ട്രക്ചർ ഹാസ് നോ അബ്രപ്റ്റ് ചേഞ്ചസ് ഇൻ ജോമെട്രി, ജോമെട്രിക്കൽ ചേഞ്ചസ് സഡൻ ആയിട്ട് വരുന്നില്ലാത്ത ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ then you can give the nodes at the boundary of the element. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അതിന്റെ കോർണർ പോയിന്റ്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ സെൻട്രൽ കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. ബട്ട് ഇഫ് ദർ ഇസ് എനി ഡിസ്കണ്ടിന്യൂറ്റി, ആ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നിടത്ത് അല്ലെങ്കിൽ ജോമെട്രിക്കൽ ചേഞ്ച് വരുന്നിടത്ത് നമ്മൾ ആ നോട്ട്സ് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അവിടെ വരുന്ന റിസൾട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ. സോ ഇൻ ദിസ് യു ആർ ഗിവൺ an object. ഒബ്ജക്റ്റിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ സ്റ്റെപ്ഡ് ഷാഫ്റ്റ്, സ്റ്റെപ്പ് ഉള്ള ഒരു ഷാഫ്റ്റ് ആണ്. ഡയമീറ്റേഴ്സ് ആർ ചേഞ്ചിങ്. ഇവിടെ ലാർജ് ഡയമീറ്റർ ആണ്, ഇവിടെ വരും തോറും ഡയമീറ്റർ കുറഞ്ഞു വരികയാണ്. സോ ഇൻ സച്ച് കണ്ടീഷൻസ് ഓരോ ഡയമീറ്റർ ചേഞ്ച് വരുന്നിടത്തും അവിടെ വരുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ചേഞ്ചസ് അറിയണമെന്നുണ്ടെങ്കിൽ
നമ്മൾ ആ ഇൻ്റർഫേസിൽ നമ്മളൊരു നോഡ് കൊടുക്കേണ്ടതായിട്ട് വരും, ഒരു നോഡ് അസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ വെൻ വി ആർ trying to analyze any changes happening in the displacements, when there is a change in geometry, a geometrical change വരുന്ന ഒരു ഇന്റർഫേസിൽ വേണം നമ്മൾ നോഡ്സ് അസൈൻ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഒരു കാന്റിലിവർ ബീമാണ്. കാന്റിലിവർ ബീമിനകത്ത് നമ്മളൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ഇറ്റ് ഇസ് വേരിയിങ് ലോഡ് ഫോർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഫോർ സർട്ടൺ ലെങ്ത്. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലേക്ക്, സപ്പോസ് ഈ ഒരു ലെങ്ത്തിലേക്ക് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്കറിയാം, ഇവിടെ വരുമ്പോൾ ആ ലോഡ് കണ്ടീഷൻ ചേഞ്ച് ചെയ്തിട്ട് അത് കുറച്ചുകൂടെ കുറയുകയാണ്. ഓക്കെ, ദിസ് ഇസ് L1, സപ്പോസ് ദിസ് ഇസ് L2. അപ്പോൾ ഈ രണ്ട് ലെങ്ത്തിലും വരുന്ന ലോഡ് കണ്ടീഷൻസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ അത് കൊടുക്കും? അപ്പോൾ ലോഡിങ് ചേഞ്ച് വരുന്ന ഏരിയയിൽ അല്ലെങ്കിൽ വരുന്ന ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ നമ്മളൊരു നോഡ് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലം ആണ്. സോ ദിസ് ഇസ് എ നോച്ച്, ഓർ യു ക്യാൻ സേ ഇറ്റ് ഇസ് എ ക്രാക്ക്ഡ് പ്ലേറ്റ്. ഒരു ക്രാക്ക് ഉള്ളൊരു പ്ലേറ്റിൽ കൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ, if you are giving the nodes across or around this boundary, then you will be able to analyze the fluid flow that is occurring through this area. ഇവിടെ നമുക്ക് വേരിയിങ് ഏരിയ ആണ്, ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ ആണ് അല്ലെ, ഏരിയ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ അതിന് ചുറ്റിനും നമ്മൾ നോട്ട്സ് അസൈൻ ചെയ്യണം. അതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ചേർത്തിട്ടാണ് ഒരു അസംബ്ലി അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, കോമ്പോസിറ്റ് അല്ല, നമുക്ക് സപ്പോസ് യു ആർ വെൽഡിങ് ടു ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ടുഗെദർ. അപ്പം അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ കോമ്പിനേഷൻ ഒക്കെ വരുന്ന സമയത്തും മെറ്റീരിയൽസിൻ്റെ തമ്മിലുള്ള ഇൻ്റർഫേസ്, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഒന്ന് ജോയിൻ ചെയ്യുന്ന ഒരു ഇൻ്റർഫേസിൽ നമുക്ക് നോട്ട്സ് അസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവിടെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ വെൻ മെറ്റീരിയൽ പ്രോപ്പർട്ടി ചേഞ്ചസ്, വാട്ട് ഈസ് ദ ചേഞ്ച് ഹാപ്പനിങ് ഫോർ ദ ഡിസ്പ്ലേസ്മെൻറ്റ്സ് അറ്റ് ഈച്ച് ഓഫ് ദി നോട്ട്സ്, അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ബൗണ്ടറീസിലെല്ലാം നമ്മൾ ഈ നോട്ട്സ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജോമെട്രിക്കൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ചേഞ്ച് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ക്രോസ് സെക്ഷണൽ ഏരിയ ചേഞ്ച് ഉണ്ടെങ്കിൽ, ഇതെല്ലാം ചേഞ്ചസ് വരുന്ന ഏരിയസിലാണ് കൂടുതലും നമ്മുടെ നോട്ട്സ് അസൈൻ ചെയ്ത് കൊടുക്കുക. Then the number of elements again depends on the accuracy, size of the elements and the degrees of freedom that is involved. If the number of elements increase, the degrees of freedom will increase. കാരണം ഓരോ നമ്പർ ഓഫ് എലിമെന്റ്സിലെ നോട്ട്സിന്റെ മൂവ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നോട്ട്സ് എലിമെന്റ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നോട്ട്സ് ഇൻക്രീസ് ചെയ്യും, നോട്ട്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻക്രീസ് ചെയ്യും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വേരിയബിൾസ് നമ്പർ കൂടും, അതിന് കൂടുതൽ സ്റ്റോറേജ് സ്പേസും കമ്പ്യൂട്ടേഷണൽ പവറും എല്ലാം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സോ വി ഷുഡ് ട്രൈ ടു യൂസ് മിനിമൽ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ നമ്പർ ഓഫ് എലിമെന്റ്സ് ടു ബി യൂസ്ഡ് ഇൻ ദി ഒബ്ജക്റ്റ്.